ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം പ്രധാനമായും ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഫോട്ടോഗ്രാഫി എന്ന് നമ്മൾ പറയുമ്പോൾ വീഡിയോഗ്രാഫിയും അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ക്യാമറകളിലെല്ലാം ഒരു ഓപ്ഷൻ ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയുക. കുറച്ച് പേരെങ്കിലും എന്തിനാണ് ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധേടല്ല. ഇനിഷ്യൽ സെറ്റിങ്ങിൻ്റെ സമയത്ത് ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യണം. അത് മിക്കവാറും ക്യാമറ പൊട്ടിച്ച് നമുക്ക് സെറ്റ് ചെയ്തിരുന്ന ക്യാമറ ഷോപ്പിലെ ഡെമോൺസ്ട്രേറ്റേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ സെല്ലിംഗ് പേഴ്സണോ ആയിരിക്കും. മൾട്ടി ക്യാം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റിൽസ് എടുത്താലും വീഡിയോ എടുത്താലും ഒരു ക്യാമറയിൽ ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സ് കറക്റ്റ് ആയിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ലൈറ്റ് റൂം അല്ലെങ്കിൽ അതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകളിലിട്ട് നമ്മൾ ഒരു സ്റ്റിൽസ് സോർട്ട് ചെയ്യുമ്പോൾ ഡേറ്റ് ആൻഡ് ടൈം ടാഗ് വെച്ചിട്ട് നമ്മൾ സോർട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഓർഡറായിട്ട്, അതായത് ഫങ്ഷൻ്റെ ഓർഡറായിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇന്ന് പല സോഫ്റ്റ്വെയറുകളിലും നമുക്ക് അവൈലബിൾ ആണ്. സോർട്ടിങ് സോഫ്റ്റ്വെയറുകളിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഫോട്ടോസ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് അത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ക്യൂ ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നിന്ന് ആവശ്യമുള്ള പടങ്ങൾ സോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഈ രണ്ട് ക്യാമറകൾ തമ്മിലുള്ള പടത്തിൻ്റെ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡറിൽ ഇപ്പം രാവിലെ ഒരു 10 മണിക്ക് വർക്ക് തുടങ്ങി ഫോട്ടോഗ്രാഫി തുടങ്ങി നമ്മൾ സ്റ്റിൽസ് എടുക്കുന്ന 2-3 ക്യാമറകളിൽ ഒരു 5 മണി വരെയുള്ള പടങ്ങൾ, ഈ 3 ക്യാമറയിലെ പടങ്ങൾ ഓർഡറായിട്ട് സോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ ഫോൾഡറിൽ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഓർഡർ വെച്ചിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അങ്ങനെയുള്ള കേസുകളിൽ സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ ഇപ്പോൾ കോമൺലി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുക. ബേസിക്കലി ഞാനൊരു ഡിസൈനർ അല്ല, ഞാനൊരു എഡിറ്ററാണ്. ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിൽ ഞാനൊരു എഡിറ്ററാണ്. മറ്റു പല മീഡിയ മേഖലകളും എനിക്കുണ്ട്. അത് വഴിയെ നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ സംസാരിക്കാം. നമ്മൾ ഒരു എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം മൾട്ടി ക്യാം ഷൂട്ട് ചെയ്ത് വരുന്ന 2-3 ക്യാമറയിലെ റഷുകൾ എഡിറ്റിംഗ് സമയത്ത് സിങ്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സമയം നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ സമയം നമ്മൾ ഷോട്ടുകൾ സിങ്ക് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ കളയേണ്ടി വരിക. അപ്പം നമ്മുടെ വർക്ക് ഫ്ലോയുടെ ടൈമിനെ ഒരുപാട് അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം നമുക്ക് ചിലപ്പോൾ സഫീഷ്യൻ്റ് അല്ലാതെ വരാം. അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ കേസുകളിൽ നമുക്ക് ഹെവി പേയ്മെൻറ്റ് കമ്പയർഡ് ടു അതേഴ്സ് നമുക്ക് പലപ്പോഴും ക്ലയൻറ്റിൽ നിന്നും വാങ്ങിക്കേണ്ടി വരും, നിർബന്ധിതരാകും. അപ്പോൾ നമുക്ക് വർക്കുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. എഡിറ്റിംഗ് ടൈം മാക്സിമം കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സ് വെച്ചിട്ട് വളരെ എളുപ്പം സെക്കൻഡ്സുകൾക്കുള്ളിൽ എങ്ങനെ നമുക്ക് ഷോട്ടുകൾ സിങ്ക് ചെയ്യാം, 2 ക്യാമറകളുടെ അല്ലെങ്കിൽ 3 ക്യാമറകളുടെ ഷോട്ടുകൾ സിങ്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ക്യാമറയിലെ മെറ്റാഡേറ്റ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് വീഡിയോ ആയാലും സ്റ്റില്ലായാലും ഈ മെറ്റാഡേറ്റയിൽ ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്യപ്പെടുന്നുണ്ട്. വീഡിയോയെ സംബന്ധിച്ചിടത്തോളം ടൈം കോഡ് പല രീതിയിലുണ്ട്. ടൈം കോഡിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. ടൈം കോഡ് പല ടൈപ്പ് ടൈം കോഡുകളുണ്ട്. ടൈം കോഡ് സിങ്ക് ചെയ്യുന്നതിനൊക്കെ ഹാർഡ്വെയറുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഒരു ഹാർഡ്വെയർ, തേർഡ് പാർട്ടി ഹാർഡ്വെയർ ഉപയോഗിച്ചല്ല നമ്മൾ ഇത് സിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ക്യാമറയിലെ ഡേറ്റ് ആൻഡ് ടൈമും മാത്രമാണ്. അപ്പോൾ ഈ മെറ്റാഡാറ്റയിൽ ക്യാമറകളുടെ ഡേറ്റും ടൈമും അത് കോപ്പി ചെയ്യപ്പെടുന്നുണ്ട്, അഫിക്സഡ് ആണ്, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യാം എന്ന് ശ്രമിക്കാം. ആദ്യം ഒരു ക്യാമറയുടെ ഡേറ്റ് ആൻഡ് ടൈം എങ്ങനെ സെറ്റ് ചെയ്യുന്നു ഞാനൊരു ഡെമോ കാണിക്കാം. ഇതിപ്പോൾ ഒരു 2 ക്യാമറ ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഈ ഒരു ഓപ്ഷൻ മെനുവിൽ നിന്ന് നോക്കിയെടുത്തിട്ട് ഏത് ബ്രാൻഡ് ക്യാമറയും, മൾട്ടിപ്പിൾ ബ്രാൻഡ് ക്യാമറ ആയിക്കോട്ടെ, സെയിം ബ്രാൻഡ് ക്യാമറ ആയിക്കോട്ടെ, ആദ്യം ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ കാണിക്കാം. അത് ഡേറ്റ് ആൻഡ് ടൈം ആദ്യം ക്യാമറയിൽ ഡേറ്റ് ആൻഡ് ടൈം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. അത് ഒരേ സമയം സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു മൈക്രോ സെക്കൻഡ്സിൻ്റെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷേ അത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. മൈക്രോ സെക്കൻഡ്സിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ സിങ്ക് ചെയ്തതിന് ശേഷം നമുക്കത് മൊത്തത്തിൽ ഒരു വീഡിയോ ട്രാക്ക് അല്പം പുറകോട്ടോ മുന്നോട്ടോ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളത് നമുക്കത് ഓക്കെ ആക്കി കിട്ടുന്നതാണ്.
അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആരും ബോധർ ചെയ്യേണ്ട കേസില്ല. ആദ്യം ആ ക്യാമറയിൽ മെനു എടുത്തു, ഇപ്പോഴത്തെ ക്യാമറയിൽ മെനു എടുത്തിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡേറ്റ് ആൻഡ് ടൈം കറക്കി എടുക്കുകയാണ്, സെക്കൻഡ്സും കാര്യങ്ങളും. ഒരേ സമയം തന്നെ നമ്മൾ ക്യാമറയിൽ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം നമുക്കവിടെ ഫിക്സഡായി. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക. നമ്മുടെ റഷ് എല്ലാം നമ്മൾ കോപ്പി ചെയ്തു. എഡിറ്റിങ്ങിന് മുന്നായിട്ട് നമുക്ക് ഈ 2 ക്യാമറയിൽ മൾട്ടിപ്പിൾ ക്യാമറ ഷൂട്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്തെടുത്ത റഷ് നമുക്ക് സിങ്ക് ചെയ്യണം. പ്രോപ്പർ കട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ്, എഡിറ്റിങ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സിങ്ക് ചെയ്യണം. സിങ്ക് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ പ്രോജക്റ്റിൽ എല്ലാം ഫയലെല്ലാം കോപ്പി ചെയ്തിട്ടു. ഇതിൽ ബിന്നിൽ ഇത് മാസ്റ്റർ ഞാൻ ഉപയോഗിക്കുന്ന ഡാവിഞ്ചി റിസോൾവ് ആണ്. ഡാവിഞ്ചി റിസോൾവിൻ്റെ GUI ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഡേ ഉണ്ട്, ഈവ് ഉണ്ട്, ഹൽദി ഉണ്ട്. ഇതിൽ ഈവ് എടുത്തപ്പോൾ അതിൽ ക്യാം 1 എന്നുണ്ട്, ക്യാം 2 എന്നുണ്ട്. അപ്പോൾ സിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാം 1 എടുത്ത് ആദ്യം ഞാൻ ടൈം ലൈനിലേക്ക് ഇട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് ഡാവിഞ്ചി റിസോൾവിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഡാവിഞ്ചി റിസോൾവിലല്ല, എല്ലാ സോഫ്റ്റ്വെയറുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കിതിനു വേണ്ടി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നേരെ XML അടിക്കുക, XML എക്സ്പോർട്ട് ചെയ്യുക. ഓരോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഓരോ രീതിയിൽ നമുക്ക് XML എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് XML എക്സ്പോർട്ട് ചെയ്യുകയാണ്. എക്സ്പോർട്ട് ടൈം ലൈൻ എന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ XML എക്സ്പോർട്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് XML എക്സ്പോർട്ട് ചെയ്തു, പേര് കൊടുത്തു, ടൈം ലൈൻ 4 എന്ന് പേരും കൊടുത്ത് ഡെസ്ക്ടോപ്പിലോട്ട് XML എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തൽക്കാലത്തേക്ക് ഡാവിഞ്ചി റിസോൾവ് അങ്ങനെ തന്നെ നിർത്തുക. ഈ ഇട്ട സംഭവങ്ങളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ. കാര്യം നമുക്ക് ആ പർട്ടിക്കുലർ ടൈം ലൈനിനെ കൊണ്ടിനി ആവശ്യമില്ല. ഓക്കെ, നേരെ സിങ്കൈല എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സിങ്കൈല എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓണാക്കി സിങ്കൈല എടുത്തു. ആർക്കും വ്യക്തമായിട്ട് കാണാം എന്ന് വിചാരിക്കുന്നു. സിങ്കൈല നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. 20 ദിവസം നമുക്ക് ഫുൾ എത്ര ട്രാക്ക് വേണമെങ്കിലും നമുക്ക് സിങ്ക് ചെയ്യാനായിട്ട് കിട്ടും, വീഡിയോ ട്രാക്കുകൾ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. വളരെ നാമമാത്രമായ എമൗണ്ട് ആണുള്ളത്. അത് എൻ്റെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, വർത്താണ്, ഒരു സംശയവും വേണ്ട. ഞാൻ ഈ സിങ്കൈലയിൽ ഇമ്പോർട്ട് XML കൊടുക്കുകയാണ്. ഞാൻ എടുത്ത് വെച്ച XML ഇതാണ്. ഓപ്പൺ കൊടുത്തു. പറഞ്ഞ ഉണ്ടോ, നമ്മൾ ടൈം ലൈനിൽ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചോ അതുപോലെ തന്നെ നമ്മുടെ ഇത് കാണിക്കും. റഷ് ഏത് ഹാർഡ് ഡിസ്കിലാണോ കിടക്കുന്നത് ആ ഹാർഡ് ഡിസ്ക് കണക്റ്റഡ് ആയിരിക്കണം. XML എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഫയൽ മാത്രമാണ്. നമ്മുടെ ഷോട്ടുകൾ എവിടെ കിടക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന, പാത്തൊക്കെ കാണിക്കുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ മാത്രമാണ് XML. അതുകൊണ്ട് ഏത് ഹാർഡ് ഡിസ്കിലാണോ റഷ് കിടക്കുന്നത് അതിൻ്റെ പാത്ത് കൃത്യമായിട്ടും അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് കണക്റ്റഡ് ആയിരിക്കണം. അതിനുശേഷം എന്താ ചെയ്യുക, അപ്പം റിസോൾവിൻ്റെ ടൈം ലൈനാണ്, ടൈം ലൈൻ 4 റിസോൾവ് എന്ന് കാണിക്കുന്നു. നോട്ട് സിങ്ക്രണൈസ്ഡ്, ആരും നമ്മൾ സിങ്ക് ചെയ്തിട്ടില്ല, എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഈ ഡീറ്റെയിൽസ് എല്ലാം ഓരോ സോഫ്റ്റ്വെയറുകൾ അനുസരിച്ചിട്ട്, ഇപ്പോൾ പ്രീമിയറിൽ നിന്നാണ് പ്രീമിയർ എന്ന് കാണിക്കും, FCP ആണ് XP എന്ന് കാണിക്കും, എല്ലാം കാണിക്കും. സിങ്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇടുന്ന എക്സ്പോർട്ട് XML എടുക്കാം. പക്ഷെ അതിനുമ്പോൾ നമുക്ക് സിങ്ക് ചെയ്യണം. സിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടും. സ്മാർട്ട് ഓട്ടോമാറ്റിക്, ബൈ ദ ഡേറ്റ് ആൻഡ് ടൈം, ആസ് ഇൻ ദ XML, ടൈം കോഡ്, അങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് കിട്ടും. ഞാൻ ബൈ ദ ഡേറ്റ് ആൻഡ് ടൈമാണ് ഞാൻ എടുത്തിരിക്കുക. ബൈ ദ ഡേറ്റ് ആൻഡ് ടൈം ഞാൻ സിങ്ക്രണൈസേഷൻ കൊടുക്കുകയാണ്.
ആണ്ടോ സംഭവം ഫിനിഷായിരിക്കുകയാണ്, സിങ്കിങ് ഫിനിഷായിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് XML എക്സ്പോർട്ട് ചെയ്യുന്നു. അല്ല, ടൈം ലൈൻ 4 എന്നാണ് ഇട്ടത്. ടൈം ലൈൻ 4 സിങ്ക്ഡ് എന്ന് വേണ്ട സംഭവം എക്സ്പോർട്ടായി. അങ്ങനെ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. തിരിച്ച് DaVinci റിസോൾവിൽ വരുന്നു. ടൈം ലൈൻ എടുക്കുന്നു. ഇമ്പോർട്ട് AFF EDL XML എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അത് ഓരോ സോഫ്റ്റ്വെയറിനും അതിനനുസരിച്ചുള്ള ഓപ്ഷൻ എടുക്കുക. ടൈം ലൈൻ 4 സിങ്ക്ഡ് ഇമ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിഫാൾട്ടുള്ള സെറ്റിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഫയൽ സിങ്ക് ആയത് അത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ടൈം ലൈൻ എൻലാർജ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഉണ്ടോ, നേരത്തെ നമ്മൾ ഇട്ടിരുന്നത് പോലെ അല്ല ഇപ്പോൾ വന്നിരിക്കുക അല്ലേ. ഉണ്ടോ, കൃത്യമായിട്ട് ഓരോ ടൈമിനനുസരിച്ചിട്ടുള്ള ഷോട്ടുകൾ നമുക്ക് സിങ്ക് ആയിട്ടുണ്ട്. ഇതിൽ ചെയ്യേണ്ട കാര്യം ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, ടൈം ലൈൻ പോകുമ്പോൾ കാണാം 2 ക്യാമറയിലെ ഷോട്ടുകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സിങ്കായി കിടക്കുന്നത് കാണാം. ഇത് നമുക്ക് പ്ലേ ചെയ്ത് കണ്ട് എഡിറ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എന്തുമാത്രം സമയം നമുക്ക് ലാഭിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് 100% ആക്യുറേറ്റ് ആയിട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്യാമറയിൽ ഡേറ്റും ടൈമും സെറ്റഡ് ആയിരിക്കണം. കൃത്യമായിട്ട് ഡേറ്റും ടൈമും സെറ്റഡ് ആണെങ്കിൽ ഇത് 100% ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ, അല്ലെങ്കിൽ ഇന്ന് പറയാനുള്ളത് ഇതാണ്. ഇത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റേഴ്സിന് ഒരുപാട് സമയം, ഒരു വർക്കിൻ്റെ പകുതിയിൽ കൂടുതൽ സമയം നമ്മൾ സിങ്ക് ചെയ്താണ് സമയം കളയുക. ആ സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.